തമിഴ്നാട് MP സുധാ രാമകൃഷ്ണന്റെ മാല പൊട്ടിച്ച പ്രതിപിടിയിൽ ചാണക്യപുരിയിലെ പോളിഷ് എംബസിക്ക് സമീപം അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് മാല പൊട്ടിച്ചത്. പൊട്ടിച്ച മാലയും കണ്ടെടുത്തിട്ടുണ്ട്. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുപമ, ഡൽഹിയിൽ ഒരു MP-ക്ക് നേരെ നടന്ന അതിക്രമം, ഒരു MP-യുടെ മാല തന്നെ ഈ രീതിയിൽ മോഷണം പോകുന്ന സാഹചര്യം വലിയ തോതിൽ ഡൽഹിയിലെ സുരക്ഷാ വീഴ്ചയായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും മോഷ്ടാവിനെ പിടികൂടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ഈ കേസിന്റെ മറ്റു വിവരങ്ങൾ? ലക്ഷ്മി, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജ്യതലസ്ഥാനത്ത് അതീവ സുരക്ഷാ മേഖലയിൽ ഇങ്ങനൊരു പട്ടാപ്പകൽ പാർലമെന്റ് അംഗത്തിന്റെ മാല പൊട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സുധാ രാമകൃഷ്ണന്റെ ഏകദേശം 4 പവൻ വരുന്ന ഒരു മാലയാണ് പട്ടാപ്പകൽ മോഷണം പോയത്. ഈ ചാണക്യപുരി എന്ന് പറയുന്നത് ഒരു നയതന്ത്ര കാര്യാലയങ്ങളൊക്കെ അടങ്ങുന്ന അതീവ സുരക്ഷാ മേഖലയാണ്. ഈ ഒരു പ്രദേശത്ത് വെച്ച് പോളിഷ് എംബസിക്ക് സമീപത്ത് വെച്ചിട്ടാണ് ഈ മാല പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ സുധാ രാമകൃഷ്ണൻ MP അമിത്ഷായ്ക്കടക്കം, ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കടക്കം കത്തയക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. രാജ്യതലസ്ഥാനത്തിന്റെ ക്രമസമാധാനം ഇത്ര ദുർബലാവസ്ഥയിലാണ്, ഇത്ര പരിതാപകരമാണെന്ന് കാണിച്ച് കത്തയക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് 2 ദിവസത്തിന് ശേഷം പോലീസ് അക്രമിയെ പിടികൂടിയിരിക്കുന്നത്. ഈ അക്രമിയുടെ പേരടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ തന്നെയും ഈ പ്രതിയിലേക്ക് എത്തിയതിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം, ഇയാൾ കടന്നു കളഞ്ഞ ഒരു നീല സ്കൂട്ടറിലാണ്. ഇത് MP തന്നെ നൽകിയ മൊഴിയാണ്. ഈ നീല സ്കൂട്ടറിലെത്തിയാണ് കവർച്ച നടത്തിയതെന്നും ഇതിനുശേഷം ഇയാൾ ഇതിലാണ് രക്ഷപ്പെട്ടതെന്നുള്ളൊരു മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സമീപ പ്രദേശങ്ങളിലെ CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ വ്യക്തിവിവരങ്ങൾ, പേരടക്കമുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 1000-ലധികം CCTV-കൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നതെന്നും ഇതുമായി തുടർച്ചയായിട്ട് ഈ ലക്ഷ്മി പറഞ്ഞതുപോലെ ഇവിടെ കാര്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ എംബസികൾ സ്ഥിതി ചെയ്യുന്ന, നയതന്ത്ര കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചാണക്യപുരിയിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കവർച്ച നടന്നത്, മാല പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ള നിലയിലാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. അനുപമ ശ്രീദേവിയാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.